നമസ്കാരം. തീർത്ഥയാത്ര എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലെ ഇന്നത്തെ ക്ഷേത്രവിശേഷത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് അതിവിശേഷപ്പെട്ട പ്രത്യേകതകളുള്ള കൊറ്റംകുളങ്ങര ദേവീക്ഷേത്രത്തിൻ്റെ വിശേഷമാണ് കാണിക്കുന്നത്. കൊറ്റംകുളങ്ങര പുരുഷാംഗനമാർ ചമയവിളക്കെടുത്ത് ദേവീപ്രീതിക്കായിട്ട് വഴിപാട് നടത്തുന്ന കേരളത്തിലെ ഏക ക്ഷേത്രമായിട്ടുള്ള കൊല്ലം ജില്ലയിലെ ചവറ മേജർ ശ്രീ കൊറ്റംകുളങ്ങര ദേവീക്ഷേത്രത്തിൻ്റെ ചമയവിളക്ക് ഉത്സവവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാഴ്ചകളിലൂടെ നമുക്ക് കൊറ്റംകുളങ്ങര ദേവീക്ഷേത്രത്തെക്കുറിച്ചും അതിൻ്റെ ഐതിഹ്യത്തെക്കുറിച്ചുമുള്ള സമ്പൂർണ്ണ അറിവ് ഒന്ന് പരിശോധിക്കാം. ചമയവിളക്കിൻ്റെ ദൃശ്യങ്ങൾ കണ്ടുകൊണ്ട് നമുക്ക് ക്ഷേത്രവിശേഷങ്ങൾ പങ്കിടാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് അഭ്യർത്ഥിക്കുകയാണ്. അതോടൊപ്പം നോട്ടിഫിക്കേഷൻ ഒന്ന് ഓൺ ചെയ്തു വെക്കുക. അതുവഴി ഞാൻ തുടർന്ന് നൽകുന്ന ക്ഷേത്രവിശേഷങ്ങൾ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. നമുക്ക് കൊറ്റംകുളങ്ങര ദേവീക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങൾ പങ്കിടാം. കൊല്ലം ജില്ലയിലെ ചവറ മേജർ ശ്രീ കൊറ്റൻകുളങ്ങര ദേവീക്ഷേത്രം കേരളത്തിലെ പ്രശസ്തമായ ദേവീക്ഷേത്രങ്ങളിൽ ഒന്നാണ്. ഇവിടുത്തെ ചമയവിളക്ക് ലോകപ്രശസ്തമായ ഒരു ആചാരമാണ്. ഭക്തസഹസ്രങ്ങൾക്ക് അഭയവും ആശ്വാസവും അരുളുന്ന സ്വാത്വിക ഭാവത്തിലുള്ള സ്വയംഭൂവായ വനദുർഗയുടെ പുണ്യപുരാതന ക്ഷേത്രമാണ് ചവറ ശ്രീ കൊറ്റംകുളങ്ങര ദേവീക്ഷേത്രം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള മേജർ ക്ഷേത്രങ്ങളിൽ ഒന്നായ ഈ ക്ഷേത്രത്തിന്റെ പേരിൽ തന്നെ ആത്മീയതയുടെ പരിപാവനത്വം തുളുമ്പി നിൽക്കുന്നു. ദുർഗാദേവിയെ കൂടാതെ ശ്രീ പരമേശ്വരൻ, ശ്രീ മഹാഗണപതി, ശ്രീ ധർമ്മശാസ്താവ്, യക്ഷിയമ്മ, മാടൻ ഭഗവാൻ, നാഗരാജാവ് എന്നിവർ ഉപദേവതമാരായിട്ടുണ്ട്. നമുക്ക് ഇനി ക്ഷേത്രത്തിന്റെ ഉൽപ്പത്തിയും ചരിത്രവും ഒന്ന് പരിശോധിക്കാം. ഭക്തസഹസ്രങ്ങൾക്ക് അഭയവും ആശ്വാസവും അരുളുന്ന സ്വാത്വിക ഭാവത്തിലുള്ള സ്വയംഭൂവായ വനദുർഗയുടെ പുണ്യപുരാതന ക്ഷേത്രമാണ് ചവറ ശ്രീ കൊറ്റംകുളങ്ങര ദേവീക്ഷേത്രം. ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലം പുരാതന കാലത്ത് കാടും പടലവും ഇടതൂർന്നു വളർന്നിരുന്ന സ്ഥലമായിരുന്നു. ഇപ്പോഴത്തെ ക്ഷേത്രാങ്കണത്തിന്റെ വടക്കു പടിഞ്ഞാറേ മൂലയ്ക്ക് ഭൂതക്കുളം എന്ന് അറിയപ്പെട്ടിരുന്ന ഒരു കുളം ഉണ്ടായിരുന്നു. ഇന്ന് കാണുന്ന ക്ഷേത്രക്കുളത്തിൻ്റെ സ്ഥാനത്ത് വിസ്തൃതമായിട്ടുള്ള ചിറയായിരുന്നു അന്നുണ്ടായിരുന്നത്. വർഷകാലങ്ങളിൽ ഇവ രണ്ടും കരകവിഞ്ഞ് സമീപത്തുള്ള പാടങ്ങളിലേക്ക് ഒഴുകുന്നു. പുല്ലും വെള്ളവും സുലഭമായ ഈ പ്രദേശത്ത് സമീപവാസികളായ കുട്ടികൾ കാലി മേയ്ക്കാൻ ഇടം കണ്ടെത്തി. ഒരു ദിവസം അടർന്നു വീണ് കിട്ടിയ നാളീകേരം ഭൂതക്കുളത്തിന് തെക്ക് കിഴക്ക് ഉയർന്നിരുന്ന കല്ലിൽ വെച്ച് തൊണ്ട് നീക്കം ചെയ്യാൻ ശ്രമിക്കവേ ലോഹകഷ്ണം കല്ലിൽ തട്ടിയപ്പോൾ ശിലയിൽ നിന്ന് നിണം വാർന്നു വന്നു. പരിഭ്രാന്തരായ അവർ വീടുകളിലെ മുതിർന്നവരെ വിവരം ധരിപ്പിച്ചു. നാട്ടുപ്രമാണിയുടെ നേതൃത്വത്തിൽ പ്രശ്നം വെപ്പിച്ചു നോക്കിയപ്പോൾ ശിലയിൽ സാത്വിക ഭാവത്തിലുള്ള വനദുർഗ കുടികൊള്ളുന്നുവെന്നും നാടിൻ്റെയും നാട്ടുകാരുടെയും ഐശ്വര്യത്തിനു വേണ്ടി ക്ഷേത്രം നിർമ്മിച്ച് പൂജാതി കർമ്മങ്ങൾ നിർവഹിക്കണമെന്നും കാണാൻ കഴിഞ്ഞു. അന്നേ ദിവസം മുതൽ നാളീകേരം ഇടിച്ചു പിഴിഞ്ഞെടുത്ത കൊറ്റൻ എന്ന പ്രസാദം ദേവിക്ക് നിവേദ്യമായി നൽകി. കുമാരന്മാർ ബാലികമാരായി വേഷമണിഞ്ഞ് ദേവിയുടെ മുന്നിൽ വിളക്കെടുത്തു. ദിവ്യശിലയ്ക്ക് ചുറ്റും കുരുത്തോല പന്തൽ കെട്ടി വിളക്കുവെച്ചു. കുളക്കരയിലെ സ്വയംഭൂവായ വനദുർഗയുടെ ക്ഷേത്രം പിന്നീട് കൊറ്റംകുളങ്ങര ക്ഷേത്രമായി അറിയപ്പെട്ടു. വായുമണ്ഡലം മേൽക്കൂരയായി സങ്കല്പിക്കണമെന്നും മേൽക്കൂര പാടില്ലെന്നും ദേവപ്രശ്നവിധി ഉണ്ടായതിനാൽ താന്ത്രിക വിധിപ്രകാരം നിർമ്മിച്ച മേൽക്കൂരയില്ലാത്ത ശ്രീകോവിലിൽ ഋതുഭേദങ്ങളെല്ലാം തന്നിലേക്ക് ആവാഹിച്ച് ശക്തിസ്വരൂപിണിയും എന്നാൽ വാത്സല്യനിധിയുമായ ദേവി തന്റെ ഭക്തരിൽ കാരുണ്യാമൃത വർഷം ചൊരിഞ്ഞ് ഇവിടെ വാണരുളുന്നു. ഇവിടുത്തെ പ്രധാന വഴിപാടുകളിൽ ഒന്ന് അൻപലിപ്പറയാണ്. കൊറ്റംകുളങ്ങരയിലെ മാത്രം നേർച്ചയായിരുന്ന ഇത് മിക്ക ക്ഷേത്രങ്ങളിലും ഇപ്പോൾ അനുകരിച്ചു വരുന്നു. എങ്കിലും കൊറ്റംകുളങ്ങരയിലെ അൻപറ ഇന്ന് ഭക്തർ നൽകുന്ന വലിയ നേർച്ചയാണ്.
ചവർക്കാർ വീട് വയ്ക്കുമ്പോഴും അൻപറ നടത്താറുള്ള സ്ഥലം കൂടി കണക്കിലെടുക്കുന്നു. ശിലയിലെ ദേവീ ചൈതന്യം കുട്ടികൾക്ക് കാട്ടിക്കൊടുത്ത ആചാരമാണ് ചമയവിളക്ക്. കൊറ്റംകുളങ്ങര പാടുശിലയിലെ ദേവീ ചൈതന്യത്തിനു ചുറ്റും ആൺകുട്ടികൾ നാണം കുണുങ്ങികളായി വെള്ളയ്ക്കാമോടിൽ വിളക്കെടുത്ത ആചാരം ഇവിടെ നടന്നിരുന്നു. കൊറ്റൻ നിവേദ്യം എന്ന നിവേദ്യം ഇവിടെ പ്രശസ്തമാണ്. ആൺകുട്ടികൾ നാളികേരം ഇടിച്ചു പൊളിച്ച ശിലയ്ക്ക് ദേവീ സാന്നിധ്യമുണ്ടെന്ന് അറിഞ്ഞ് കിട്ടിയ നാളികേരം ഉരുക്കി കൊറ്റനാക്കി ദേവിക്ക് പൂജിച്ച സങ്കല്പമാണ് കൊറ്റൻ നിവേദ്യം. ഇവിടുത്തെ ചമയവിളക്ക് അതിപ്രശസ്തമായിട്ടുള്ള വഴിപാടാണ്. എല്ലാ വർഷവും മീനം 10-11 തീയതികളിൽ രാത്രിയിൽ നടക്കുന്ന ചമയവിളക്ക് അഭീഷ്ടകാര്യസിദ്ധിക്കായി പുരുഷന്മാർ വ്രതാനുഷ്ഠാനത്തോടെ സ്ത്രീവേഷം ധരിച്ച് ചമയവിളക്ക് എടുക്കുന്നു. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ദിവ്യശിലയ്ക്ക് ചുറ്റും കുരുത്തോല കെട്ടി ഗോപാലബാലന്മാർ നാണം കുടുങ്ങികളെ പോലെ വെള്ളയ്ക്കാമോടിൽ വിളക്ക് വെച്ചതിന്റെ ഐതിഹ്യ പെരുമയായാണ് പുരുഷാംഗനമാരുടെ ചമയവിളക്കിന്റെ ചരിത്രം. ഭാരതത്തിൽ ഒരിടത്തും കാണാൻ കഴിയാത്ത അത്യപൂർവമായ പുരുഷാംഗനമാരുടെ ചമയവിളക്ക് പുലർച്ചെ 3 മണിയോടെ ആരംഭിക്കുന്നു. കിഴക്ക് കുഞ്ഞാലുംമൂട് മുതൽ ആറാട്ടുകടവ് വരെ വരിവരിയായി നിൽക്കുന്ന ആയിരക്കണക്കിന് ചമയവിളക്കുകൾക്ക് അനുഗ്രഹം ചൊരിയുന്നതിനായി ദേവി കുഞ്ഞാലുംമൂട്ടിൽ നിന്നും എഴുന്നള്ളുന്നു. ദേവിയുടെ എഴുന്നള്ളത്ത് അവാച്യവും ഭക്തി നിർഭരവുമായ ആനന്ദാനുഭൂതിയാണ് ഭക്തജനങ്ങളിൽ ഉളവാക്കുന്നത്. വിളക്ക് കണ്ട് ആറാട്ട് കഴിഞ്ഞതിനു ശേഷം കൽപ്പവൃക്ഷത്തിന്റെ സ്വർണവർണ്ണാഭമായ കുരുത്തോലയും കമുകും വാഴപ്പോളയും കൊണ്ട് ക്ഷേത്ര മാതൃകയിൽ നിർമ്മിച്ച പന്തലിൽ ദേവി വിശ്രമിക്കുന്നു എന്നാണ് സങ്കല്പം. നമുക്കിനി കുരുത്തോല പന്തലിന്റെ ചരിത്രം കൂടി ഒന്ന് പരിശോധിക്കാം. ക്ഷേത്ര ഐതിഹ്യവുമായി ബന്ധപ്പെട്ടതാണ് കുരുത്തോലകൾ കൊണ്ടുണ്ടാക്കുന്ന താൽക്കാലിക ക്ഷേത്രം. കുരുത്തോല കൊണ്ടുള്ള ശ്രീകോവിലിൽ മുഖമണ്ഡപവും സായാഹ്ന സൂര്യന്റെ കിരണങ്ങൾ ഏറ്റുനിൽക്കുന്ന കാഴ്ച നയനാനന്ദകരമാണ്. മണ്ണിൽ സ്പർശിക്കാതെ മുറിച്ചെടുക്കുന്ന അടയ്ക്കാമരം, വാഴ, കുരുത്തോല എന്നിവ കയറോ ആണിയോ ഉപയോഗിക്കാതെ പ്രത്യേക കണക്കിൽ ഒരുക്കിയെടുക്കുന്നു. 10ാം ഉത്സവത്തിന് കെട്ടുന്ന പന്തലിനുള്ള സാധനങ്ങൾ അന്ന് മാത്രമേ മുറിക്കുവാൻ പാടുള്ളൂ. ഇതിനുള്ള കൽപ്പീടങ്ങൾ കാക്കാത്തിമാരാണ് വൃത്തിയാക്കുന്നത്. ഈ ജോലിക്ക് മുമ്പ് കരക്കാർക്ക് വെറ്റിലയും പുകയിലയും ഉൾപ്പെടുന്ന ദക്ഷിണ നൽകി അനുവാദം വാങ്ങണം. കരക്കാർ തിരിച്ചും ദക്ഷിണ നൽകുന്നു. കുരുത്തോല പന്തൽ കെട്ടുന്നതിനുള്ള അവകാശം തണ്ടാർ സമുദായത്തിനാണ്. അങ്ങനെ നിരവധിയായിട്ടുള്ള ഐതിഹ്യപ്പെരുമയും ആചാരങ്ങളും കൊണ്ട് ഭാരതത്തിലെ തന്നെ അപൂർവങ്ങളിൽ അപൂർവമായിട്ടുള്ള ഒരു ക്ഷേത്രമാണ് കൊറ്റംകുളങ്ങര ദേവീ ക്ഷേത്രം. ഒരിക്കലെങ്കിലും ഈ ക്ഷേത്രത്തിൽ ഒന്ന് ദർശനം നടത്തുക. പ്രത്യേകിച്ചും ചമയവിളക്ക് മഹോത്സവ സമയത്ത് ദർശനം നടത്തുക. പുരുഷാംഗനമാരുടെ അഭൗമമായിട്ടുള്ള സൗന്ദര്യം നമുക്ക് അവിടെ ദർശിക്കാൻ സാധിക്കും. ദേവിയുടെ ചൈതന്യം ഓരോരുത്തരിലും വിളങ്ങി നിൽക്കുന്നത് നമുക്ക് നേരിട്ട് കാണാൻ സാധിക്കും. ഏതാണ്ട് 4 വർഷത്തോളം ചമയവിളക്ക് എടുത്ത ഒരു വ്യക്തി എന്നുള്ള നിലയിൽ കൊറ്റംകുളങ്ങരയിലെത്തി പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തിക്കും ഭഗവതിയുടെ അനുഗ്രഹം തീർച്ചയായിട്ടും ഉണ്ടാകും എന്ന് ഉറപ്പു പറയുന്നു. ഈ വീഡിയോ കാണുന്ന ഓരോ വ്യക്തികളെയും കൊറ്റംകുളങ്ങര അമ്മ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കുക. ഇനിയും ഇതുപോലുള്ള ക്ഷേത്രവിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.